അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 45 സങ്കീർത്തനം ഒന്നാം വാക്യം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിനു വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. ദൈവദാസനായ കോരഹ് പുത്രന്മാരുടെ ഒരു ധ്യാനമാണ്, പ്രേമഗീതമാണ്, സങ്കീർത്തനമാണ്. ആരാണ് കോരഹ്? മിസ്രയിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന മോശെ ചെങ്കടലിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തെ കാണിച്ച് രണ്ടായിട്ട് വിഭജിച്ച് ഉണങ്ങി നിൽക്കുന്ന പോലെ ചെങ്കടലിലൂടെ വിശുദ്ധജനത്തെ നടത്തി അക്കരയെത്തി. ശേഷം ഫറവോനും അവൻ്റെ സൈന്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നത് കാണിച്ച് മഹാദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വെളിപ്പെടുത്തി. മിസ്രൈമിലായിരിക്കുമ്പോൾ മിസ്രൈമീ ദൈവങ്ങളായിരുന്ന 10 ദേവന്മാരുടെ മേൽ ന്യായവിധി നടത്തി. അതൊന്നും ദൈവമല്ല എന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുത്ത് പെസഹ ആകുന്ന ശുശ്രൂഷ നടത്തി. ഇസ്രായേൽ ജനത്തിൻ്റെ കടിഞ്ഞൂണെല്ലാം സംഹരിച്ച് ഇസ്രായേൽ ജനത്തിന് കടിഞ്ഞൂണുകൾ അല്ലെങ്കിൽ രണ്ട് ദമ്പതികൾക്ക് ആദ്യം ജനിക്കുന്ന കുഞ്ഞ് മിസ്രൈമിലെ ദൈവത്തിന് സമമാണ്. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി നടത്തി. സകല ദേവീദേവന്മാരുടെ മേലും അവർ ഭയപ്പെട്ടതിനെയെല്ലാം അവർ ദൈവമാക്കിയിരുന്നു. വെള്ളത്തെ അവർ ദൈവമാക്കിയിരുന്നു. അവർ തുള്ളനെ ദൈവമാക്കിയിരുന്നു, പുഴുവിനെ ദൈവമാക്കിയിരുന്നു, ഇരുട്ടിനെ ദൈവമാക്കിയിരുന്നു. ഏതിനെയൊക്കെയാണോ അവർ ദൈവമാക്കിയിരുന്നത്, പേനെ ദൈവമാക്കിയിരുന്നു, തവളയെ ദൈവമാക്കിയിരുന്നു. അപ്പോൾ ഏതിനെയൊക്കെയാണോ അവർ ദൈവനാക്കി വെച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നത്, കൽമഴ അവർക്ക് പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അതിനെ ദൈവമാക്കി. ഇങ്ങനെ അവർ ഭയപ്പെട്ടതിനെയെല്ലാം ദൈവമാക്കി. ആ കാലത്തിൽ മിസ്രൈമിയരുടെ കൂട്ടത്തിലായ ഇസ്രായേൽ ജനം ആ മിസ്രൈമിയർ പൂജിച്ചു വന്ന ദേവന്മാരെ എല്ലാം ന്യായം വിധിച്ചു. അതുകൊണ്ടാണ് ന്യായം വിധിച്ചത്. മിസ്രൈമിയുടെ ദേവന്മാരെ മേൽ ദൈവം ന്യായവിധി നടത്തിയത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജനത്തിന് അത് ദൈവമല്ല എന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ന്യായവിധി നടത്തിയത്. അങ്ങനെ ഇസ്രായേലായിരുന്ന മിസ്രൈം ജനത്തിൻ്റെ മുമ്പിൽ മിസ്രൈമിൽ സേവിക്കുന്ന ദൈവങ്ങൾ ദൈവമല്ല, ഇരുള് ദൈവമല്ല, ഗരുഡൻ ദൈവമല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുടെ അവസാനത്തിൽ കടിഞ്ഞൂൽ പുത്രന്മാരും ദൈവമായിരിക്കെ കടിഞ്ഞൂർ സംഹാരത്തോടുകൂടി അതും ദൈവമല്ല എന്ന് വരച്ച് കാട്ടിയിട്ട് പെസഹ അറുത്ത് അവരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടലിൽ നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത് അവർ ഉണങ്ങിയ നിലത്തൂടെ അവരെ യാത്ര ചെയ്യിപ്പിച്ച് മിസ്രൈമ്യ സൈന്യത്തിൻ്റെ മേലും മിസ്രൈമിൻ്റെ മേലും ന്യായവിധി നടത്തിയ ദൈവത്തിൻ്റെ വൻകരങ്ങൾ കണ്ട് അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലായ സമയത്ത് വിവിധങ്ങളായ പരീക്ഷകൾ ഉണ്ടായപ്പോൾ അവിടെയെല്ലാം അവർ ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇടവിൽ നിന്ന് അവരെ പുലർത്തി നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ദാസനായ മോശയോടും അഹരോനോടും മത്സരിച്ച ഒരു കൂട്ടം ലേവ്യ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാണ് കോരഹും അവൻ്റെ കൂട്ടരും. അതിൻ്റെ കോരഹിൻ്റെ പുത്രന്മാർ എന്നാൽ അപ്പൻ്റെ അമ്മയുടെ പാപത്തിന് നിലകൊള്ളുന്നവരായിരുന്നില്ല. അവർക്ക് കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. അവർ അപ്പൻ്റെ അമ്മയുടെയും കൂട്ടരുടെയും പ്രവർത്തിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായിട്ടുള്ള മത്സരത്തിന് ദൈവദാസനോടും
അഹരോനോടും മോശയോടും അവർ മത്സരിച്ചപ്പോൾ ദൈവത്തോടുള്ള മത്സരമാണ്. തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തോട് മത്സരിക്കുന്നവൻ വരണ്ട ദേശത്ത് പാർക്കുന്നു. അങ്ങനെ മത്സരിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട അതിൽ പ്രധാന വ്യക്തിയായിരുന്ന കോരഹിൻ്റെ പുത്രന്മാരിൽ കർത്താവിൻ്റെ കാഴ്ചപ്പാടുള്ളവർ, അവരുടെ വീട്ടുകാർ ദൈവത്തിന് വിരോധമായി മത്സരിച്ചപ്പോൾ അവർ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പിൽ പിടിച്ചു. അപ്പോൾ ദൈവകോപം കോരഹൻ്റെ പുത്രന്മാരെ വിട്ട് ഒഴിഞ്ഞുപോയി. അങ്ങനെ കോരഹിൻ്റെ പുത്രന്മാർ രക്ഷ പ്രാപിച്ചു. എന്തുകൊണ്ടാണ് രക്ഷ പ്രാർത്ഥിച്ചത്? യാഗപീഠം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കാണിക്കുന്നു. യാഗപീഠത്തിൽ അർപ്പിക്കുന്ന ജീവജാലങ്ങൾ, അതായത് യാഗവസ്തു, ആരാധന വസ്തു, ശുദ്ധീകരണത്തിന് വേണ്ടിയും ഇതെല്ലാം കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് നിഴലായി നിലകൊള്ളുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ ചുരുൾ ചൂണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം ദൈവത്തിൻ്റെ കുഞ്ഞാടായ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ പ്രദാനം ചെയ്യുന്നതായിരുന്നു ന്യായപ്രമാണ കാലത്തെ ഇസ്രായേലിൻ്റെ സ്തോത്രം സകല യാഗങ്ങളും. ഹല്ലേലൂയ. ഈ യാഗപീഠത്തെ ലുള്ള 4 സൈഡുണ്ട് യാഗപീഠത്തിന്. 4 സൈഡിലും 4 കൊമ്പുകൾ ദൈവത്താൽ മോശ മുഖാന്തരം താമ്രത്തൊട്ടിയാകുന്ന യാഗപീഠം ഉണ്ടാക്കിയപ്പോൾ അതിന് 4 കൊമ്പുകൾ ഉണ്ടാക്കിയിരുന്നു. ഹല്ലേലൂയ. ഈ കൊമ്പുകളിൽ പിടിക്കുന്നത് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവേശുവിൻ്റെ റാപ്ചറിനെയും അത് കാണിക്കുന്നു. ആകയാൽ എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നമ്മെ കൂടാതെ രക്ഷാപൂർത്തീകരണം അവർക്കില്ലല്ലോ. ഈ വെളിപ്പാട് പ്രാപിച്ച സ്തോത്രം പിന്മാറ്റക്കാരനായി അസൂയ വരുത്ത് ദൈവത്തോടും ദൈവദാസന്മാരോടും മത്സരിച്ച കുടുംബത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പ്രദാനം ചെയ്യുന്ന കൊമ്പുകളിൽ പിടിച്ച് രക്ഷ പ്രാപിച്ച സ്തോത്രം വ്യക്തികളെയാണ് കോരഹപുത്രന്മാരെന്ന് നമ്മൾ തിരുവെഴുത്തിൽ വിവിധങ്ങളായ സങ്കീർത്തനങ്ങളിലൂടെ വായിക്കാൻ പറ്റുന്നത്. ഈ കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനത്തിൽ ഒരു സങ്കീർത്തനമാണ് 45-ാം സങ്കീർത്തനം. 45-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ദൈവദാസന്മാരിൽ, കോരഹപുത്രന്മാരിൽ ദൈവദാസൻ പറയുകയാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഏതാണ് ശുഭവചനം? ശുഭവചനം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം സമം യേശു ക്രിസ്തു. അപ്പോൾ ശുഭവചനം ആരാണ്? യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം യേശു ക്രിസ്തു എന്ന ശുഭവചനത്താൽ ഹല്ലേലൂയ കോരഹപുത്രന്മാരുടെ ഹൃദയം കവിയുന്നു. പ്രിയരെ, യേശുക്രിസ്തു എന്ന ശുഭവചനത്താൽ കോരഹപുത്രന്മാരുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു എങ്കിൽ യേശുക്രിസ്തു എന്ന ശുഭവചനം വാസ്തവത്തിൽ അതിൻ്റെ പൂർണ്ണത കാണുന്നത് ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം വീണ്ടും ജനിക്കുമ്പോഴാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം വീണ്ടും ജനിക്കുന്നത് കാണുന്നതാണ് കോരഹപുത്രന്മാരുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ ശുഭവചനമാണ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമായിട്ടാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം കൂടാതെ നമ്മുടെ ഹൃദയത്തിൽ വചനത്തിന് ജനിക്കാൻ കഴിയില്ല. പ്രിയരെ, കഴിഞ്ഞ ക്ലിപ്പുകളിൽ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. പത്രോസിൻ്റെ ഉപദേശം അപ്പോസ്തലപ്രവൃത്തി 2:38-37 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടപ്പോൾ
യോവേൽ പ്രവചനം ഉച്ചരിച്ചുകൊണ്ടും സങ്കീർത്തനങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ദൈവദാസനായ പത്രോസ് വചനം പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട സഹോദരന്മാർ, ആരെക്കുറിച്ചുള്ള വചനം? യേശുവിനെ കുറിച്ചും യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും ക്രൂശ് മരണത്തിന് ശേഷം വിശ്വസിക്കുന്ന വിശുദ്ധന്മാരിൽ വെളിപ്പെടുന്ന ദൈവശക്തിയെയും കുറിച്ചുള്ള വചനം കേട്ടപ്പോൾ, അതാണ് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ഉത്തരണി. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി ആ വചനം ഉച്ചരി 2:17 പറഞ്ഞ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. 18-ാം വാക്യം, അന്നാളിൽ എൻ്റെ ദാസീദാസന്മാരുടെ മേലും കൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇത് രണ്ട് അവസ്ഥയാണ്. മുകളിൽ പകർന്നിരിക്കുന്നതും താഴെ പറഞ്ഞിരിക്കുന്ന 2 അവസ്ഥയാണ്. കർത്താവ് എടുത്തു പറയുകയാണ്, എൻ്റെ ദാസീദാസന്മാർ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. അപ്പം കർത്താവാകുന്ന യേശുവിൻ്റെ സഭയുടെ അംഗമായി നമ്മൾ തീരണമെങ്കിൽ ആമേൻ, നമ്മൾ പത്രോസിൻ്റെ ഉപദേശം പൂർണ്ണമായും അനുസരിച്ചേ മതിയാവും. അങ്ങനെ നമ്മൾ പത്രോസിൻ്റെ ഉപദേശം അനുസരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ അനുസരിക്കുന്ന ഒരു വിശുദ്ധനെ ജയിക്കുവാൻ ഈ ലോകത്തിൻ്റെ പ്രഭുവിന് കഴിയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആരുടെയും പരപ്രേരണയില്ലാതെ ദൈവവചനം പഠിച്ച് ഹൃദയത്തിൽ പാപബോധവും കുറ്റബോധവും വന്നിട്ട് നമ്മുടെ വീണ്ടും ജനനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം അനിവാര്യമാണെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലായി അതിന്മേൽ പ്രാർത്ഥിച്ച് ഉപവസിച്ചിരിക്കുന്ന വ്യക്തി ആമേൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന ദൈവദാസന്റെ കൈക്കീഴിൽ അദ്ദേഹം അപ്പോസ്തോല ഉപദേശപ്രകാരവും ഉയർത്തെഴുന്നേൽപ്പിന്റെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരവും ഞാൻ നിന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തുമ്പോൾ, സ്തോത്രം, ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു എന്ന ആത്മാവിനെ അയക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു എന്ന ആത്മാവ് ആരാകുന്നു? ശുഭവചനമാകുന്നു. സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 1:30 മറിയം ഗബ്രിയേൽ ദൂതനോട് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയാൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ദൈവശക്തി നേരിടും. എന്താണ് ദൈവശക്തി? ദൈവത്തിൻ്റെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നു, വചനം ജഡമായി തീർന്നത്രേ യേശുവിൻ്റെ ജനനം. അങ്ങനെയെങ്കിൽ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവെന്ന ദൈവശക്തി. പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവശക്തിയാണ്. പെന്തക്കോസ്ത് നാളിൽ കർത്താവിൻ്റെ ശക്തി വന്നപ്പോൾ എല്ലാവരും അഭിഷിക്തരായി, അവരെല്ലാം അന്യഭാഷ സംസാരിച്ചു. അങ്ങനെ അന്യഭാഷ സംസാരിക്കുവാൻ അവർക്ക് കാരണമായത് എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദൈവശക്തിയായി. ഈ പരിശുദ്ധാത്മാവായ ദൈവശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂശിൻ്റെ വചനമാണ്. യേശുക്രിസ്തു എന്ന ക്രൂശിൻ്റെ വചനമാണ് ഈ ദൈവശക്തി. ഈ ദൈവശക്തി നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നതിനെയാണ് നമ്മുടെ ആത്മാവിൻ്റെ ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ, വചനം ആരാണ്? ദൈവമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുന്ന ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാട് കോരഹന്റെ പുത്രന്മാർ കണ്ടിട്ട് പാടിയ പാട്ടാണ്, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ ആമേൻ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടി ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. ആരാണ് രാജാവ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേർപെടാനിരിക്കുന്ന വിശുദ്ധ സഭ. ഹല്ലേലൂയ. അതാരാകുന്നു? അത് വചനം ജഡമായ വചനമാണ്. പ്രിയരെ, നമ്മളിൽ 2 ജനനമാണുള്ളത്. ഒന്നാമത്തെ ജനനം ജഡം, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്. ഹല്ലേലൂയ. ജഡമെന്ന ഈ ഭൂമിയിലെ അപ്പിൽ നിന്ന് നമ്മൾ ജനിച്ചിരിക്കാൻ നമ്മളെല്ലാവരും ജഡമാണ്. ഇത് നമ്മുടെ ആദ്യ ജനനം. രണ്ടാമത്തെ ജനനം വചനമെന്ന അപ്പിൽ നിന്ന് ജനിച്ചിരിക്കാൻ നമ്മൾ ആരാണ്? വചനമാണ്. ഇത് യേശുക്രിസ്തുവിൽ ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. പത്രോസിന്റെ ഉപദേശപ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരുടെ കാര്യം ഈ പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ എന്തിനാൽ ജനിച്ചിരിക്കുന്നു? യേശു ക്രിസ്തു എന്ന അപ്പനിൽ ജനിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമകനാവാനുള്ള അധികാരം യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന, സ്നാനത്താൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നു? വചനം എന്ന ദൈവം ജഡം ധരിക്കുന്നു. വചനം ജഡം ധരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പദവിയാണ് പുത്രൻ. എന്തുകൊണ്ടാണ് നമുക്ക് പുത്രൻ എന്ന പദവി ലഭിച്ചത്? ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ദേശത്തിന് ദൈവം എന്ന വചനം ഒരു പദവി സ്വീകരിച്ചു. എന്താ പദവി? പുത്രൻ എന്നൊരു പദവി സ്വീകരിച്ചു. ആകയാൽ ഈ പദവി സ്വീകരിച്ച വചനമെന്ന പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നമുക്ക് എന്തു ലഭിക്കുന്നു? പുത്രത്വം ലഭിക്കുന്നു. പുത്രത്വം എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ പുത്രത്വം ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കുമ്പോഴാണ് നമുക്ക് പുത്രത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ഹല്ലേലൂയ, യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണ് ജനിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം എനിക്കും നിങ്ങൾക്കും ലഭിച്ച ആ സമയത്താണ് എൻ്റെ ഹൃദയത്തിൽ വചനമായ യേശു ക്രിസ്തു വീണ്ടും ജനിച്ചത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു വീണ്ടും ജനിച്ചത് ഞാൻ പറഞ്ഞത്? ഈ യേശു ക്രിസ്തു ആദ്യം മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ പാപം ചെയ്തപ്പോൾ മരിച്ചുപോയി. അവന് ലഭിച്ച പദവി എന്താണ്? പുത്രൻ മരിച്ചുപോയി. അവൻ്റെ ഹൃദയത്തിൽ സൃഷ്ടിച്ച ആത്മാവേതാകണം? ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് അവൻ്റെ ഹൃദയത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, സ്തോത്രം, കർത്താവാകുന്ന ദൈവം ഉൽപ്പത്തി 2:7 പറയുന്നത്, പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കിയിട്ട് ആ രൂപത്തിൽ ജീവശ്വാസം ഊതുക എന്ന് പറയുന്നത് അവിടെ എന്താ പറയുക? കർത്താവിൻ്റെ സക്കറിയ പ്രവചനം 12:1 വായിക്കുന്ന എന്താണ്? ആകാശം വിരിക്കുകയും മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ ഭൂമിക്ക് അടിസ്ഥാനമിടുകയും, ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത കർത്താവ് ഇപ്രകാരം എന്താ അരുളി ചെയ്യുന്നത്? മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെ എന്ന് പറയുമ്പോൾ ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയ, ഈ ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കിയ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പം ഏതേനിൽ സംഭവിച്ചെന്താണ്? സ്വരൂപത്തെ ഉണ്ടാക്കിയ, സ്വരൂപത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കി. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ശിഷ്യന്മാരെടുത്ത് വന്നിട്ട് എന്താ ചെയ്തു? അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു അവരിലേക്ക് ഊതി. നിങ്ങൾക്ക് റൂട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കുന്ന, അല്ലെങ്കിൽ ഏതേനിൽ ഏതേനിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യപുത്രനായ ആദ്യ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വചനം ഊതി അയച്ച അതേ കർത്താവ്, ആത്മാവിനെ ഊതി നിർമ്മിച്ച അതേ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന പ്രവൃത്തിയാണ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തോടൊപ്പം സംഭവിച്ചത്. ഇത് സംഭവിച്ചപ്പോൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ജനനം നടന്നു. എന്തോ ജനം നടന്നു? വചനം ജഡമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ വീണ്ടും ജനനം പ്രാപിച്ച വചനത്തെയാണ് സ്തോത്രം ഇവിടെ രാജാവ് എന്ന് കോരഹ് പുത്രന്മാർ വിളിച്ചിരിക്കുന്നത്. ആരുടെ രാജാവ്? കോരഹ് പുത്രന്മാരുടെ രാജാവ്. കോരഹ് പുത്രന്മാരെന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ രാജാവ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് 110 സങ്കീർത്തനത്തിന് 1 വാക്യം, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക എന്ന് പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ കോരഹ് പുത്രന്മാരുടെ കർത്താവായ രാജാവും
ഹല്ലേലൂയ. ദാവീദിന്റെ കർത്താവായ രാജാവും ഒരാൾ തന്നെയാണ്. ആരാണ്? അവൻ വചനം. സ്തോത്രം. അങ്ങനെ വചനമെന്ന കർത്താവാകുന്ന സ്തോത്രം രാജാവ് ന്യായപ്രമാണത്തിൻ്റെയും സ്തോത്രം കോരഹ് പുത്രന്മാരുടെയും രാജാവാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെയും, ഹല്ലേലൂയ, അതായത് ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധിയാണ് ദാവീദ്. കോരഹ് പുത്രന്മാർ ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധികളാണ്. സ്തോത്രം. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രതിനിധികളാകുന്ന കോരഹ് പുത്രന്മാരുടെയും ദാവീദിൻ്റെയും കർത്താവും രാജാവുമാകുന്നു ആര്? വചനമെന്ന കർത്താവ്. പ്രിയരെ, നമ്മളിലൂടെ ദൈവം ചെയ്യുന്ന ആ വൻ പ്രവൃത്തി, ദൈവം നമ്മളിൽ യേശുക്രിസ്തു മുഖാന്തരം ചെയ്യുന്ന വൻ പ്രവൃത്തിയെ, ദൈവാലോചനയെ വ്യർത്ഥമാക്കി നിസാരപ്പെടുത്തി കളയരുത്. പ്രിയരെ, ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന് ദൈവം ഈ ശരീരവാസത്തിൽ ഞങ്ങൾ JCNDST എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തുവിൻ്റെ ആലോചനയെ നിങ്ങൾ സാത്താൻ്റെ ആലോചനയാക്കി വ്യർത്ഥമാക്കി കളയരുത്. ഇത് നിങ്ങൾക്ക് നന്മയായി തീരണം. ഇല്ലെങ്കിൽ ഈ വചനം നാളെ നിങ്ങളെ ന്യായം വിധിക്കും. ആരാണ് ന്യായവിധി നടത്തുന്നത്? കർത്താവ് ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിക്കുന്നത് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്തു വെച്ച വാക്യമല്ല, ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയുകയാണ്. ആമേൻ. കർത്താവാകുന്ന ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തെ ന്യായം വിധിക്കുവാനല്ല വന്നത്, സ്തോത്രം, ലോകത്തെ രക്ഷിപ്പാനത്രേ വന്നത്. ഹല്ലേലൂയ. ലോകത്തെ ന്യായം വിധിപ്പാനല്ല ഞാൻ വന്നത്, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. ന്യായം വിധിക്കുന്ന ഒരുത്തനുണ്ട്. ആരാണ്? അതിൻ്റെ 12-ന്റെ 48 എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ അത് ഒരുവനാണ്. ഈ ന്യായം വിധിക്കുന്നവൻ എന്ന് പറയുന്നത് ഒരുവനാണ്, അവനുണ്ട്. ആരാണ്? ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. ആരാണ് ഈ വചനം? നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്ന വചനം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈ വെളിപ്പാട് കണ്ടിട്ട് പറഞ്ഞത്, കോരിന്ത്യ സഭയിലോടുള്ള ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ലോകത്തെ വിധിക്കേണ്ടവരല്ലയോ, നമ്മളെ സാത്താനെ നമ്മൾ ന്യായം വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. അപ്പം ഈ ചെറിയ കാര്യത്തിൽ പൗലോസ് ആ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ നിങ്ങളുടെ സഭയിൽ മൂപ്പനില്ലേ? നിങ്ങൾ എന്തിനാണ് ദൈവസന്നിധിയിൽ നിസ്സാരക്കാരായ ദേശത്തിലെ ന്യായാധിപന്മാരുടെ മുമ്പിൽ പോകുന്നത്? ദൈവസഭയെ, നിന്റെ പ്രശ്നം നിന്റെ സഭയിൽ തീരണം. എന്നിട്ട് പറയുകയാണ്, ദൈവസഭയെ നാം ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ? നാം സാത്താനെ ന്യായം വിധിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ ലോകത്തെയും സാത്താനെയും ന്യായം വിധിക്കുന്നവരാരാണ്? യേശുക്രിസ്തു പറയുകയാണ്, നമ്മുടെ അപ്പൻ തമ്പുരാൻ പറയുകയാണ്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ, അതായത് ഈ JCNDST-യിലൂടെ യേശുക്രിസ്തുവിന്റെ ശബ്ദം തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ആരാണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് അപ്പോസ്തോലിക ഉപദേശപ്രകാരം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശുദ്ധ സഭയാണ് ലോകത്തെ ന്യായം വിധിക്കാൻ വരുന്നത്. വിശുദ്ധ സഭയാണ് സാത്താനെ ന്യായം വിധിക്കാൻ വരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു തൃത്വ വിശ്വാസികൾക്കും ലോകത്തെ ന്യായം വിധിക്കാനോ പിശാചിനെ ന്യായം വിധിക്കുവാനോ അനുവാദം കിട്ടില്ല. കാരണം എന്താണ്? അവർ വീണ്ടും ജനിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴാണ് വീണ്ടും ജന്മം പ്രാപിക്കുന്നത്? പത്രോസിന്റെ ഉപദേശം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ പേരിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ ദാനം ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വീണ്ടും ജനിക്കും.
ആരാണ് പരിശുദ്ധാത്മാവ്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റവരായി നിങ്ങൾ കാണുന്നു എങ്കിലോ ഞാൻ ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു. ഹല്ലേലൂയ. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മേശയുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ ഉയർത്തെഴുന്നേറ്റവനായി കാണാം. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതായിട്ട് അപ്പോസ്തലന്മാർ കണ്ട് ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു, ദർശനം പ്രാപിക്കുന്നു, ദൈവജനം കാണുന്നു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ. അങ്ങനെ കാണുന്നെങ്കിലും അതാരാകുന്നു? ജീവിപ്പിക്കുന്ന. ആരെ? ഈ ലോകത്തിൽ തന്നിൽ ആശ്രയിക്കുന്ന, തൻ്റെ വചനം അനുസരിക്കുന്ന, താൻ മുൻ നിയമിക്കപ്പെട്ട തൻ്റെ ശരീര അവയവങ്ങളെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഈ അനുഭവം പ്രാപിക്കാൻ നിങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം ഇടതരട്ടെ. ഇത് നിസ്സാരമായ സംഗതിയല്ല ഈ പറയുന്നത്. നിങ്ങൾ ഇത് വചനം കേട്ടിട്ട് ഇത് തള്ളിക്കളയുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായം വിധിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിന് ഏൽപ്പിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു. അതിൻ്റെ 47-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ വചനം കേട്ടിട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:47 പറഞ്ഞത്. 48 പറയുന്നു, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഒരുവനുണ്ട്. അവൻ ആരാണെന്ന് താഴെ എഴുതിയിരിക്കുന്നു. ആരാണ്? ആമേൻ, ഒരുവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ. ഞാൻ സംസാരിച്ച വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂശിൻ്റെ വചനം, നസറനായ യേശു ക്രിസ്തു. പ്രിയരെ, നമ്മുടെ ദൈവം നമ്മളെ എത്രയധികം സ്നേഹിച്ചിരിക്കേ. യേശുക്രിസ്തുവിനോട് ചേരുമ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുമ്പോൾ എന്തൊക്കെ ലഭിക്കുന്നത്? ഒന്നാമത് പാപമോചനം ലഭിക്കുന്നു. രണ്ടാമത് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുന്നു. മൂന്നാമത് നാം യേശുക്രിസ്തുവിനെ ധരിക്കുന്നു, നമ്മൾ യേശുക്രിസ്തുവിനോട് ചേരുന്നു. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, നമുക്ക് മാനസാന്തരം ലഭിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവെന്ന യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നു. പാപമോചനം പ്രാപിച്ചാലേ പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ പ്രിയരെ, ഏദേനിലുള്ള ആദമിൻ്റെ പാപത്തിന് നമ്മുടെ ശരീരത്തിൽ മോചനം സംഭവിച്ചാൽ മാത്രമേ. അതെങ്ങനെയുള്ളൂ? പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന് നമ്മൾ സ്നാനപ്പെട്ട ഒരു വ്യക്തിയിൽ മാത്രമേ യേശുക്രിസ്തുവിന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയരെ, നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്ക്, മനസ്സിലാക്കുക. നിങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്ത്. ഞങ്ങളുടെ വാക്കെന്ന് കേട്ടെന്നേ ഉള്ളൂ. നിങ്ങൾ മുട്ടുകുത്തി ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, അങ്ങക്ക് എൻ്റെ അങ്ങയുടെ തിരുവെഴുത്തും പ്രകാരം, പത്രോസിന്റെ ഉപദേശപ്രകാരം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണോ എന്ന് ചോദിക്കുക. കർത്താവിന് നമ്മളിൽ പ്രവേശിക്കണമെങ്കിൽ, നമ്മളിൽ വീണ്ടും ജനിക്കണമെങ്കിൽ, വചനത്തിന് നമ്മളിൽ വീണ്ടും ജനിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കണമെങ്കിൽ നമ്മൾ പാപമോചനം പ്രാപിക്കണം. പാപമോചനം യേശുവിൻ്റെ നാമത്തിലേ ഉള്ളൂ. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 2:47 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ പേരിൽ പാപമോചനവും സ്നാനവും മാനസാന്തരവും പാപമോചനം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മാനസാന്തരവും പാപമോചനം. ഇത് തന്നെയല്ലേ പത്രോസിന്റെ ഉപദേശം? പത്രോസ് എന്താ പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടും. എൻ്റെ പ്രിയ സഹോദര സഹോദരി, പിതാവിൻ്റെ പേര് യേശു എന്നാണ്. യേശു എന്ന പേര് കൊടുത്താണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുത്രന്റെ പേര് യേശു. പുത്രനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ യേശു ക്രിസ്തുവായി. യേശു ക്രിസ്തു എന്ന പേരിലാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത് തിരുവെഴുത്തിൽ തെളിവുണ്ട്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ പഠിക്കുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 5-ന്റെ 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 47 തന്നെ ഞാൻ തോന്നുന്നു, 43-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം
17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, 12-ാം വാക്യം, 26-ാം വാക്യം. ഈ വാക്യങ്ങളെല്ലാം ഒരു കാര്യം പറയുന്നു: പിതാവിൻ്റെ പേര് യേശു ആകുന്നു. മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ വന്ന് യേശു എന്ന പേരിലാണ് എല്ലാ പ്രവൃത്തിയും ചെയ്തത്. മരിച്ചവരെ ഉയർപ്പിച്ചത്, രോഗികളെ സൗഖ്യമാക്കിയത്, വീര്യപ്രവൃത്തികൾ ഇതെല്ലാം ചെയ്തത് കർത്താവ് യേശു എന്ന പേരിലാണ് ചെയ്തതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 10-25 വാക്യം, യേശു അവരോട് പറഞ്ഞത്: ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എത്ര പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും കർത്താവിന് ഇതാ പറയാനുള്ളത്: എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. ഇത് നസറനായ യേശു ക്രിസ്തുവിൻ്റെ വാക്കാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചത്, രോഗികളെ സൗഖ്യമായത്, വ്യാധികളെ സൗഖ്യമാക്കിയത്, ഹല്ലേലൂയ, അവർ രക്തസ്രവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കിയത്, അവൻ ബേഥേനിൽ ലാസറിനെ ഉയർപ്പിച്ചത്, എല്ലാം പിതാവായ യേശുവിൻ്റെ പേരിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, സ്തോത്രം, ഈ വെളിപ്പാട് നഷ്ടപ്പെടുത്തി കളയരുതേ. കോരകപുത്രന്മാർ ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതത്ര കേട്ടിട്ടും തിരസ്കരിക്കുമ്പോൾ അവൻ വളരെ സന്തോഷത്തോട് വന്ന് പത്രോസിൻ്റെ ഉപദേശപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പാപങ്ങൾ കഴുകി കളഞ്ഞ് വീണ്ടും ജന്മം പ്രാപിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വീണ്ടും ജന്മം പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് വേർപെട്ട് വക്രതയും കോട്ടമുള്ള തലമുറന്ന് വേർപാട് ആചരിച്ച് കർത്താവിൻ്റെ മേശയിൽ പങ്കാളിത്തം വഹിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ അവർ വിശുദ്ധ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമായിരുന്നു. പ്രിയരെ, അവർക്ക് ലഭിക്കാതെ പോയ ഈ അവസരം, ദാവീദിന് ലഭിക്കാതെ പോയ ഈ അവസരം, അവൻ 116 സങ്കീർത്തനത്തിൽ പറയുന്നത്: ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്താണ് യഹോവയുടെ നാമം? യേശു ക്രിസ്തു എന്നാണ്. 118 സങ്കീർത്തനത്തിൽ കർത്താവ് പറയുകയാണ്, എന്താണ്? നിങ്ങൾ ഞാൻ യഹോവയുടെ എൻ്റെ പിതാവിൻ്റെ പേരിൽ വന്നിരിക്കുന്നു, നിങ്ങളോ എന്നെ കൈക്കൊള്ളുന്നില്ല. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ പേരിൽ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഇനി എന്നെങ്കിലും വിശ്വസിക്കും, അന്നേ പിന്നെ നിങ്ങൾ എന്നെ കാണുകയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് 26-ാം വാക്യം, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ ഇനി എന്നെക്കുറിച്ച് പറയാത്തോടത്തോളം കാലം നിങ്ങൾ എന്നെ കാണുകയില്ല. എൻ്റെ പ്രിയരെ, സ്തോത്രം, 116 സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യത്തിൽ ദാവീദ് പറയുകയാണ്: ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. 18-26 പറയുകയാണ്: യഹോവയുടെ നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. എങ്കിൽ ന്യായപ്രമാണ കാലത്ത് മോശയ്ക്ക് യഹോവ എന്ന് വെളിപ്പെടുന്നതിന് മുമ്പേ യേശു എന്ന പേരുണ്ട്. ആ പേരിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് യഹൂദൻ ഇനി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയത്തോളം കാലം ഇനി അവനെ കാണുകയില്ലെന്ന്. അത് പറയാൻ സമയം അടുത്തു വരികയാണ്. പ്രിയരെ, ദാവീദ് ഈ പേര് വെളിപ്പെടാൻ വേണ്ടി കാത്തിരുന്നു, രക്ഷ പ്രാപിക്കുവാൻ. കോരഹപുത്രന്മാർ കാത്തിരുന്നു, മോശ കാത്തിരുന്നു, പ്രവാചകന്മാർ കാത്തിരുന്നു. അവർക്കാർക്കും ലഭിക്കാതെ യേശു ക്രിസ്തു എന്ന പേര്, സഹോദര, നിനക്കും എനിക്കും വെളിപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഈ വെളിപ്പാടും പ്രകാരം മാനസാന്തരപ്പെട്ട് പത്രോസിന്റെ ഉപദേശപ്രകാരം യേശു ക്രിസ്തുവിനെ സ്നാനപ്പെട്ട് വേർപെട്ട് വിശുദ്ധിയും നയിച്ചില്ല എങ്കിൽ, കോരഹപുത്രന്മാർ നാളെ എഴുന്നേറ്റ് വന്നിട്ട് JCNDS-ലൂടെ യേശു ക്രിസ്തുവിന്റെ സത്യോപദേശം കേൾക്കുന്ന നിങ്ങളെ ന്യായം വിധിക്കുമെന്നുള്ള കാര്യം ഞാൻ യേശു ക്രിസ്തുവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കേൾക്കാം. നാളെ ദാവീദ് എഴുന്നേറ്റ് വന്നിട്ട്, സ്തോത്രം, JCNDS-ലൂടെയും ആമേൻ യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുള്ള വചനത്തിന്റെ വാക്കുകൾ, ദൈവാലോചനകൾ കേൾക്കാതെ മറുത്തു കളഞ്ഞതുകൊണ്ട് അവർ എഴുന്നേറ്റ് വന്ന് നാളെ നിങ്ങളെ ന്യായം വിധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആകയാൽ സമയം തക്കത്തിന് ഉപയോഗിപ്പിൻ പ്രിയരെ. കോരഹപുത്രന്മാർക്ക് ലഭിച്ച യേശുക്രിസ്തു മുഖാന്തരം ദൈവസഭയെക്കുറിച്ച് ലഭിച്ച വെളിപ്പാടിനെ, സ്തോത്രം, നമ്മൾ ഹൃദയത്തിൽ ധരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയാൻ സർവശക്തൻ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.